എം പ്രകാശൻ ഇപ്പോൾ കോൺഗ്രസിൽ നല്ല അടി പൊട്ടുന്നുണ്ട്. അത് CPM-ന് എത്രത്തോളം പ്രതീക്ഷ നൽകുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ CPM-നോട് മറിച്ച് പറയാൻ സമ്മേളനങ്ങളിലെ തർക്കത്തെക്കുറിച്ചും വലിയ വിഭാഗീയതയെക്കുറിച്ചുള്ള കാര്യങ്ങൾ തിരിച്ച് മറുവാദമായി ഉന്നയിക്കാൻ പറ്റും. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പ് ഫലം നിങ്ങൾക്ക് LDF-ൽ നിന്ന് 9 സീറ്റുകൾ UDF പിടിച്ചെടുത്തു എന്നുള്ളത് വലിയ നേട്ടമായി കോൺഗ്രസ് കാണുകയാണ്. അതിൽ പ്രതികരിച്ച് തുടങ്ങാമെന്ന് തോന്നുന്നു. തെരഞ്ഞെടുപ്പുകളുടെ ഫലം വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. പക്ഷേ നിങ്ങൾ പറഞ്ഞതുപോലെയല്ല ഫലമുണ്ടായിട്ടുള്ളത്. UDF-ന് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായിരുന്ന 13, 16 3 സീറ്റുകൾ വർദ്ധിച്ചു. ഞങ്ങൾക്കുണ്ടായിരുന്ന 14 സീറ്റുകൾ 11 കുറഞ്ഞു. അതാണ് സംഭവിച്ചത്. അല്ലാതെ ഭയങ്കരമായ 9 സീറ്റുകൾ പരാജയപ്പെട്ടു എന്ന് പറയുന്നതൊന്നും വസ്തുതയല്ല. മൊത്തമുള്ള സീറ്റുകളുടെ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഓരോ സ്ഥലങ്ങളിലെയും കാര്യങ്ങൾ സംബന്ധിച്ച് പരിശോധിച്ച് മാത്രമേ വിശദാംശങ്ങളിലേക്ക് കടക്കാൻ വേണ്ടി കഴിയൂ. എന്നാൽ എന്താണ് ഈ UDF-നകത്തും കോൺഗ്രസിനകത്തും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഈ പ്രശ്നങ്ങളുടെ ഒരു അടിത്തറ എന്നുള്ളതാണല്ലോ ഇന്നത്തെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം. ഇവിടെ നിങ്ങളിപ്പോൾ CPM-ൻ്റെ സമ്മേളനങ്ങളിലെയും കോൺഗ്രസിനകത്തുണ്ടാകുന്ന ഈ പ്രശ്നങ്ങളെയും താരതമ്യം ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ എന്തെങ്കിലും താരതമ്യത്തിന് അർഹതയുള്ളതാണോ CPI-യും അതുപോലെ കോൺഗ്രസും തമ്മിൽ? CPIM എല്ലാ 3 വർഷത്തിലൊരിക്കലും അതിൻ്റെ ഏറ്റവും താഴെയുള്ള പാർട്ടി ബ്രാഞ്ചുകൾ തൊട്ട് അതിലെ കേന്ദ്ര കമ്മിറ്റി വരെയുള്ള എല്ലാ കമ്മിറ്റികളുടെയും സമ്മേളനം നടത്തി അതിൻ്റെ മുഴുവൻ സ്ഥാനങ്ങളും തിരഞ്ഞെടുക്കുന്ന പാർട്ടിയാണ്. ബ്രാഞ്ച് സെക്രട്ടറി മുതൽ മേലോട്ടുള്ള ലോക്കൽ കമ്മിറ്റി അംഗം, ഏരിയ കമ്മിറ്റി അംഗം, ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന കമ്മിറ്റി അംഗം, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, ഇവരെല്ലാം തിരഞ്ഞെടുക്കപ്പെടുന്നൊരു പാർട്ടിയാണ് CPIM. കൃത്യമായിട്ട് 3 വർഷം കൂടുമ്പോൾ സമ്മേളനം നടത്തുന്നൊരു പാർട്ടിയാണ് CPIM. ഞാൻ പറയട്ടെ, കോൺഗ്രസ്സിന് അങ്ങനെ എന്തെങ്കിലും ഒരു താരതമ്യം CPM-ഉമായിട്ടുണ്ടോ? ഈ കോൺഗ്രസിനകത്ത് തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് കാലം എത്രയായി? അതിനകത്ത് അംഗങ്ങളെ ചേർക്കുന്ന പ്രക്രിയ കൃത്യമായി നടത്തിയിട്ട് കാലം എത്രയായി? അവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പുനഃസംഘടന ഭരണഘടനാപരമായിട്ടാണോ? കോൺഗ്രസിനെ ഭരണഘടനയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് എന്തെങ്കിലും നിലക്ക് സംഘടനാപരമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയാൻ വേണ്ടി കഴിയുമോ? എല്ലാ സ്ഥാനങ്ങളിലേക്കും മേലെ നിന്ന് ആളുകളെ കെട്ടിയിറക്കുന്ന ഒരു ജനാധിപത്യമില്ലാത്ത പാർട്ടിയാണ് കോൺഗ്രസ്. അതപ്പതിച്ചില്ലേ? അതുകൊണ്ടല്ലേ കോൺഗ്രസിന് ഈ പഠനവിളക്കങ്ങളെല്ലാം ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ നിങ്ങൾ പറയുന്നു പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ചോദിക്കട്ടെ, കഴിഞ്ഞ ഈ KPCC അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവ് വരുന്നതിന് മുമ്പ് ഈ കേരളത്തിലെ ഏറ്റവും പ്രാമാണികരായ നേതാക്കന്മാരായിട്ട് അറിയപ്പെടുന്ന ആളുകൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? മുരളീധരൻ എവിടെയാണ് നിൽക്കുന്നത്? നിങ്ങളുടെ ഈ കോൺഗ്രസിൻ്റെ വികാരത്തിൽ കൂടിയാണോ? തിരുവഞ്ചൂർ നിൽക്കുന്നത് ഇതിൻ്റെ വികാരത്തിൽ കൂടിയാണോ? നേരത്തെയുള്ള KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല നിൽക്കുന്നത് ഈ വികാരങ്ങൾ കൂടിയാണോ? ഇവിടെ ചാണ്ടി ഉമ്മൻ കേവലമായിട്ട് പറയുക മാത്രമല്ല ഉണ്ടായത്. അദ്ദേഹം എന്താ പറഞ്ഞിരിക്കുന്ന കാര്യം? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേരളത്തിലെ പാർട്ടിക്കകത്താകെ തന്നെ ഗൗരവമാനങ്ങളുടെ അസ്വാസ്ഥ്യമുണ്ട്. അതുപോലെ അതിനെ പിന്തുണയ്ക്കുന്ന ആരാ? അതിനെ പിന്തുണയ്ക്കുന്നത് അച്ചടക്ക സമിതി അധ്യക്ഷനായിട്ട് തിരുവഞ്ചൂരാണ്. അദ്ദേഹം പറഞ്ഞു ചാണ്ടി ഉമ്മൻ ഉന്നയിച്ചിരിക്കുന്നത് അദ്ദേഹത്തിന് അനുഭവപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. സംഘടനയിൽ ഐക്യമുണ്ട് എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. ആര് പറയുന്നു? പറയുന്നത് തിരുവഞ്ചൂരാണ്. തിരുവഞ്ചൂർ നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഉമ്മൻചാണ്ടിയുടെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ. ഏറെക്കാലം കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായിട്ട് ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ. അദ്ദേഹം പറയുന്നു പുനഃസംഘടനയെക്കുറിച്ച് വെറും വാക്കേ നടക്കുന്നുള്ളൂ, ഗൗരവമായ നിലക്കുള്ള ഒരു ചർച്ചയും നടക്കുന്നില്ല. ഇവിടെ ഉമ്മൻചാണ്ടിയെയും കരുണാകരനെയും അതിന് കൂടെ നിന്നവരെ തഴഞ്ഞു എന്ന് പറയുന്നു. ആരാ പറയുന്നത്? ചാണ്ടിയുടെ മകനാണ്, ഉമ്മൻചാണ്ടിയുടെ മകനാണ് പറയുന്നത്. അത് ഗൗരവമായ ഒരു കാര്യമാണ്, പരിശോധിക്കണമെന്ന് മുരളീധരൻ അടക്കമുള്ള ആൾക്ക് പറയുമ്പോൾ കോൺഗ്രസിനകത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? കോൺഗ്രസിൽ അസ്വസ്ഥതയുണ്ട്. അടിയന്തരമായിട്ട് യോഗം വിളിച്ച് എല്ലാവരെയും കേൾക്കാൻ നേതൃത്വം അല്ല. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിനകത്ത് കുഴപ്പമില്ല എന്നാണ് KPCC അധ്യക്ഷൻ പറയുന്നത്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് ഒരു കുഴപ്പമില്ല എന്നാണ്. ഇവിടെ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് ഞങ്ങളാരുമല്ല. കോൺഗ്രസിൽ കടുത്ത അസ്വസ്ഥതയുണ്ട് പറയുന്ന മുരളീധരനാണ്. അടിയന്തരമായിട്ട് യോഗം വിളിച്ച് എല്ലാവരെയും കേൾക്കണം പറയുന്ന മുരളീധരനാണ്. കോൺഗ്രസിൽ മൊത്തം അതൃപ്തിയാണ് പറയുന്ന മുരളീധരനാണ്. അപ്പോൾ കോൺഗ്രസിലെ പ്രാമാണികമായ നേതാക്കന്മാരെല്ലാം തന്നെ ഗൗരവമായ നിലക്ക് ഇന്നത്തെ നിലയോട് അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ KPCC അധ്യക്ഷനെ സംബന്ധിച്ച് സ്വരത്തിലാണോ എല്ലാവരും സംസാരിക്കുന്നത്? അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അദ്ദേഹത്തിന് വയസ്സായിരിക്കുന്നതിനെ മാറ്റണം, ഈ ശക്തമായിട്ട് അഭിപ്രായം കോൺഗ്രസിനകത്ത് ഉണ്ട് എന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? എന്നാൽ പരസ്യമായ നിലക്ക് തന്നെ മാറ്റേണ്ടതില്ല എന്ന് ഒരു വിഭാഗം പറയുകയാണല്ലോ. ഇവിടെ ഇപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും തിരുവഞ്ചൂർ അടക്കമുള്ള, മുരളീധരൻ അടക്കമുള്ള, രമേശ് ചെന്നിത്തല അടക്കമുള്ള, ശശി തരൂർ അടക്കമുള്ള ആളുകൾ സുധാകരനെ മാറ്റാൻ പാടില്ല, എന്നാൽ സംശയിക്കുന്നത് ശ്രീ എം പ്രകാശൻ മുഖ്യമന്ത്രി സ്ഥാനമോഹികളാണോ? അല്ല, ഇന്ന് സുധാകരൻ തുടരട്ടെ എന്ന നിലപാടെടുക്കുന്നവർ അല്ല. ഇതിലെന്താന്ന് പറഞ്ഞാൽ കോൺഗ്രസിനകത്ത് ഒരു അപ്രമാദിത്വത്തോടെ പ്രതിപക്ഷ നേതാവ് വളർന്നു വരുന്നു എന്നുള്ള വികാരം കോൺഗ്രസ് നേതാക്കന്മാർ സാർവത്രികമാണ്. അദ്ദേഹവും അദ്ദേഹത്തിന് കൂടെ നിൽക്കുന്ന കുറച്ച് ആളുകളും ചേർന്നാണ് കോൺഗ്രസിനെ ഹൈജാക്ക് ചെയ്യുന്നത്.
ഇതാണ് ഉയർന്നു വന്നിരിക്കുന്ന അഭിപ്രായം. അല്ല, വിജയം ഒരു യാഥാർത്ഥ്യമല്ലേ സി എം പ്രകാശൻ? ഇപ്പോൾ പറഞ്ഞതുപോലെ ഉപതെരഞ്ഞെടുപ്പുകൾ 2-3 ഇടത്ത് നടക്കുന്നതിൽ കേന്ദ്രീകരിക്കാനാകും, താങ്കൾക്കതിരെ വേണമെങ്കിൽ ഖണ്ഡിക്കാം. പക്ഷേ എന്നാലും ഉപതെരഞ്ഞെടുപ്പുകളിൽ വൻ വിജയം നേടി അതിന്റെ ഒരു തെരഞ്ഞെടുപ്പ് മാനേജ്മെന്റ് കൃത്യമായി നടപ്പാക്കി എന്ന് വി ഡി സതീശൻ തന്നെ പറയാം. അതാണല്ലോ ആത്മവിശ്വാസത്തിൽ നിന്നാണല്ലോ ജയിച്ചാൽ പാർട്ടി തോറ്റാൽ ഞാൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിലെ കാര്യം തന്നെ നോക്കൂ. 2010-ലും 2015-ലും LDF ജയിച്ച ജില്ലാ പഞ്ചായത്ത് സീറ്റാണ് മലപ്പുറം ജില്ലയിലെ തൃക്കലങ്ങോട്ടേത്. കഴിഞ്ഞ തവണയും ഇക്കുറിയും UDF തന്നെ വിജയിച്ചു. വലിയ വോട്ടിനാണ് UDFന്റെ വിജയം. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് താങ്കൾ അത് പഠിക്കുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞു. എന്നാൽ പോലും LDFൽ നിന്ന് 9 സീറ്റുകളാണ് പിടിച്ചെടുത്തിരിക്കുന്നത് UDF. അപ്പോൾ അതൊരു നേട്ടമായി തന്നെ കോൺഗ്രസ് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ പ്രവർത്തിച്ചത് വി ഡി സതീശനാണ്. വി ഡി സതീശൻ നന്ദി പറയുന്നു. അപ്പോൾ വി ഡി സതീശൻ അതിൽ പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നൽ പാർട്ടിക്കകത്തുണ്ട്. ഒരു മാസം മുമ്പ് നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ 8 സീറ്റുകൾ UDFിൻ്റെയും BJPയുടെ സീറ്റുകൾ CPM പിടിച്ചെടുത്തു എന്നുള്ള വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. അതും ഈ കേരളത്തിൽ കഴിഞ്ഞ മാസം നടന്ന തെരഞ്ഞെടുപ്പാണ്. പിന്നെ UDF ജയിച്ചു എന്ന് പറയുന്ന മണ്ഡലങ്ങൾ ഏതാ? UDF കാലാകാലം ജയിക്കുന്ന മണ്ഡലങ്ങളിലല്ലാതെ വേറെ എവിടെ ജയിച്ചിരിക്കുന്നത്? ഇവിടെ ഇപ്പോൾ സീറ്റുകൾ ജയിച്ചു എന്ന് മാത്രം പറഞ്ഞാൽ പോരല്ലോ. കാലാകാലമായിട്ട് UDFും കോൺഗ്രസും ലീഗും ജയിക്കുന്ന മണ്ഡലങ്ങളിൽ അവർ ജയിച്ചാൽ അതിലിങ്ങനെ വലിയ മുന്നേറ്റമാവുക എന്ന് മാത്രമല്ല, മുന്നേറ്റമാകെ തന്നെ ഒരാളുണ്ടാക്കുന്നതാണോ? ഇവിടെ ഏതൊരു പാർട്ടിക്കകത്തായാലും ആ പാർട്ടിക്ക് ഉണ്ടാക്കുന്ന മുന്നേറ്റം ആരെങ്കിലും ഒരാൾ നേടുന്നതാണ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ശരിയാവുക? അതിനോടാണല്ലോ വിയോജിപ്പ് ഉണ്ടാവുക. 1000 ആളുകൾ ശ്രമിക്കുക, നേട്ടമുണ്ടായാൽ അതെല്ലാം ഒരാൾക്കാണ് എന്ന് പറയുക. അത് സ്വാഭാവികമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളത് ആർക്കറിയാതിരിക്കുന്നത്? കോൺഗ്രസിലെ തലമുതിർ നേതാക്കന്മാരെ സംബന്ധിച്ച് അവർ ആ അഭിപ്രായം പ്രത്യക്ഷമായിട്ട് പരോക്ഷമായിട്ട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം തന്നെ കുറച്ചാളുകൾ ചേർന്ന് നയിക്കുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് കോൺഗ്രസിനകത്തുണ്ടാക്കുന്ന പടലപ്പിണക്കങ്ങൾ ചെറുതല്ല. ഇപ്പം നേരത്തെ കോൺഗ്രസിലെ KPCC അധ്യക്ഷനും അതുപോലെ പ്രതിപക്ഷ നേതാവും ഒറ്റക്കെട്ടായിട്ടാണ് നിന്നതെങ്കിൽ ഇതിപ്പോൾ അങ്ങനെയാണോ? അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ എത്രയുണ്ട് എന്നുള്ളത് പലതവണ പരസ്യമായിട്ട് വ്യക്തമാക്കപ്പെട്ടതല്ലേ. അപ്പോൾ കോൺഗ്രസിനകത്ത് സമീപകാലത്തൊന്നും ഉണ്ടായിട്ടില്ലാത്ത വലിയ നിലക്കുള്ള പടലപ്പിണക്കങ്ങൾ, അസ്വസ്ഥത അത് ഉരുത്തിരിഞ്ഞ് വരുന്നു എന്നുള്ളത് വസ്തുതയാണ്. നേതാക്കന്മാർ തന്നെ അക്കാര്യം പരസ്യമാതിലൊക്കെ പറയുകയാണ്. അവിടെയാണ് പുനഃസംഘടന എന്ന് പറയേണ്ടി വരുന്നത്. എന്നാൽ പുനഃസംഘടന നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോഗ്യമുണ്ടോ കോൺഗ്രസിന്? അതില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഇപ്പോൾ ഒടുവിൽ നടന്നിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പരിശോധിക്കുക. ഇന്ത്യ രാജ്യത്ത് എന്താ കോൺഗ്രസ് അനുകൂലമായിട്ട് നിലക്കാണോ കാര്യങ്ങൾ വന്നു നിൽക്കുന്നത്? കോൺഗ്രസിന് മുന്നേറാനാവുന്നില്ല എന്നുള്ള നില തുടരെ ആവർത്തിക്കപ്പെടുകയാണ്. അപ്പോൾ അതുകൊണ്ട് കോൺഗ്രസ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായിട്ട് അഭിപ്രായങ്ങൾ ആ പാർട്ടിക്കകത്തുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ കേരളത്തിലുള്ള ഒരു പാർട്ടി എന്നുള്ള നിലക്ക് കേരളത്തിലെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കോൺഗ്രസ് നിൽക്കണം. ഈ അഭിപ്രായക്കാരുടെ പാർട്ടിയില്ലേ? പക്ഷേ ആ അഭിപ്രായമല്ല KPCC അധ്യക്ഷനുള്ളത്, ആ അഭിപ്രായമല്ല KPCC അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവിനുള്ളത്. അവർക്ക് LDFനെ എതിർക്കാൻ എന്ത് കിട്ടിയാലും അത് ഉപയോഗിക്കണം. ഇതാണ് അവരുടെ നിലപാട്. അതല്ല ശരി എന്ന് പറയുന്ന ആളുകൾ കോൺഗ്രസിനകത്തുണ്ട്, ഞങ്ങൾക്കറിയാം. അപ്പോൾ നയങ്ങളുടെ പ്രശ്നങ്ങളുണ്ട്, സംഘടനാപരമായിട്ട് കേന്ദ്രീകരണത്തിന് വിഷയമുണ്ട്, ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയമുണ്ട്. ഇതെല്ലാം ചേർന്നാണ് ശരി. നല്ല സംഘടനാ സംവിധാനമുള്ള CPMന് ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.